ഈ ചേച്ചി കുറേ നേരം മുന്നിൽ നിൽക്കുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാം. സുഹൃത്തുക്കളാകെ പണിപ്പാളി. ഹലോ, ട്രാവൽ മോഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു വെതറാണ്, വെയിലില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങളൊരു യാത്ര പോകാൻ ഒരു ഒരുക്കത്തിലാണ്, കണ്ടറിയാലോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോയ സ്ഥലമാണ്, നമ്മൾ കോട്സ് വേൾഡിൽ പോവാണ്. കോട്സ് വേൾഡിലും പിന്നെ പോവാത്തൊരു സ്ഥലം കൂടെ പോകുന്നുണ്ട്, ഒരു ബിബറി ഫാം, ട്രൗട്ട് ഫാമാണ്. അവിടെ പോയിട്ട് എന്താണെന്ന് പരിപാടി എന്നല്ല, അവിടെ പോയിട്ട് മീൻപിടുത്താണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാഴ്ചകൾ കാണിച്ചു തരാം. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ട്, അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വീറ്റിക്ക് നൈറ്റായിരുന്നു, വരുന്ന ഫാമിലി ആ ചേച്ചിക്ക് നൈറ്റായിരുന്നു. അപ്പോൾ രണ്ടുപേരും നല്ല ക്ഷീണത്തിലായിരിക്കും വരുന്നത്. പക്ഷേ യാത്ര എന്ന് പറഞ്ഞാലും ക്ഷീണമൊന്നും ഉണ്ടാവില്ല, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും എല്ലാവരും. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും കൂടെയൊക്കെയാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഫാമിലി, അവരുടെയും ഫാദറും മദറൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ഒരു യാത്ര അവർക്കും ഒരു സന്തോഷമാവട്ടെ. നമ്മൾ മുന്നേ വീഡിയോ എടുത്തിട്ടുള്ളൊരു സ്ഥലമാണ് കോട്സ് വേൾഡ്. ബിബറി ഫാം നമ്മൾ എടുത്തിട്ടില്ല, ഞാൻ അതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു പറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നമുക്കൊരു വീഡിയോ എടുക്കണം. പക്ഷേ അതിൻ്റെ ദിവസവും കാലം ഇന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാണ്. അപ്പോൾ വേറെന്താ, അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള യാത്രകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ മുന്നേ വീഡിയോ എടുത്തതിൻ്റെ ഒരു വീഡിയോ, ഞാൻ എൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങളത് കാണാം. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. ഇവിടെ പപ്പ ഇവിടെ ഇങ്ങനെ മോർണിംഗ് വാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മമ്മി സ്വീറ്റ് ഇപ്പോൾ വരും. അപ്പോൾ നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കുട്ടപ്പനിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. പക്ഷെ നമ്മൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് പോകുന്നില്ല, നമ്മളിങ്ങനെ പതിയെ നിർത്തി അങ്ങനെ ആയിരിക്കും പോക്ക്. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പ്രായമുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ അവരുടെ ഹെൽത്ത് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. ഹലോ, എന്താ വരുന്നില്ലേ? ഏത് സൈഡ് ബാഗടാ? ഏത് കളറത്? സൈഡ് ബാഗ് ഇപ്പം തപ്പിയരായിരുന്നു, ഒറ്റിട്ടിടിക്ക് ഞാൻ നോക്കട്ടെ. അമ്മ റെഡി അല്ലടാ? ഞാനൊരു സൈഡ് ബാഗ് തപ്പട്ടെ. സൈഡ് ബാഗ് ഫില്ല, മമ്മി പിടിക്കണ്ടേ അത്? എടോ സൈഡ് ബാഗ് എവിടെയാന്ന്? എവിടെയാണോ കൊണ്ടുവച്ചാണ്? എവിടെ? ഇപ്പം നമ്മളെ പറഞ്ഞ ഫാമിലി വരെ എത്തി. ജോൺ ചേട്ടനൊക്കെ വന്നു ഇവിടെ. അപ്പം നമുക്ക് ഇറങ്ങല്ലേ എന്നാ? ഇവിടെ ലോക്ക് ചെയ്ത് കീ എടുത്തു. വേറെ ഒന്നും എടുക്കാല്ല, എല്ലാം എടുത്തില്ല നമ്മള്. ജോൺ ചേട്ടൻ ഞാൻ മുന്നേ പോവാ അല്ലേ? പോസ്റ്റ് കോഡ് ഉണ്ടോ അവിടുത്തെ? ഞാൻ എടുത്തുതരാം. ഇവിടെ അവിടുത്തെ പോസ്റ്റ് കോഡ് ഒന്നും എടുക്കോടാ? അല്ല, അത് പോസ്റ്റ് കോഡ് പറയാനകത്തുണ്ടാവും. ചേച്ചി സുഖല്ലേ? ഓർക്ക ക്ഷീണാണല്ലേ? എന്താ പല്ലുവേനയോ? പല്ലെടുത്തിരിക്കയാ? കോട്സ് വേൾഡ് പോണേ ഫസ്റ്റ്. ബ്രേക്ക് നമുക്ക് ഗ്ലോസ്റ്ററിലല്ലേ? നമുക്ക് പോകുന്ന വല്ല സർവീസ് സ്റ്റേഷൻ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഒതുക്കാം. അത് സർവീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ ബ്രിസ്റ്റൽ കഴിഞ്ഞ. അത് പക്ഷെ ഭയങ്കര അടുത്തോ, നമുക്ക് പോണ വഴിക്ക് നോക്കാം. ചിരിക്കണല്ലേ ഒപ്പിച്ച് വെച്ചിട്ട്. അല്ല, ഞങ്ങള് ഈ സംഭവം ഉണ്ടായപ്പോ ഇവന്റെ കണ്ണെന്ന് പറഞ്ഞു, ഇവങ്ങനെ മൗനായിട്ട് എന്നെ നോക്കി. ഞാൻ പറഞ്ഞു നീ കൂളായിട്ടിരിക്കേ, നീ ഇപ്പൊ കൂളായിരിക്കും, വീട്ടിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുവരെ ഒരു സൈക്കിളൊക്കെ പുതിയത് കൊണ്ട് മേടിച്ചിട്ട് അതൊക്കെ പൊതിച്ചു പിടിച്ചു ടയറ് മാത്രം. എന്റെ ലീലാവിലാസങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മളങ്ങനെ ഒരു സർവീസ് സ്റ്റേഷനിലെത്തി. ഇവിടെ ഞങ്ങളൊരു ഏകദേശം ഒരു 50 minutes ഡ്രൈവിൻ്റെ ശേഷം വണ്ടി ഒതുക്കി.
കാരണം ജോണി ചേട്ടനും അവരൊന്നും രാവിലെ ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു സർവീസ് സ്റ്റേഷനിൽ കയറാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സർവീസ് സ്റ്റേഷനിൽ നമ്മൾ കയറി. നമ്മൾ മുന്നേ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ഇവിടെ പാർക്ക് ചെയ്യാൻ നമുക്ക് ഫ്രീ ആട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേ ചെയ്യണം. 2 മണിക്കൂർ ഫ്രീയാ. 2 മണിക്കൂർ മതിയോ അല്ലടാ? പോരെ 2 മണിക്കൂർ മതിയോന്നോ? പോരെ അവിടെ എത്തണ്ടേ? അവിടെ എത്തണം. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ ആ സർവീസ് സ്റ്റേഷൻ. ജോണി ചേട്ടനും മമ്മിയും പപ്പയൊക്കെ അവിടെ ഉണ്ട്. അവരാദ്യമായിട്ടായിരിക്കും വ്ളോഗിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ചമ്പലൊക്കെ ഉണ്ടാവും ആൻറ്റിക്ക് അങ്കിളിനും. ജോണി ചേട്ടൻ അങ്ങനെ തന്നെ കേട്ടോ. ഇത് നമുക്ക് ഇലക്ട്രിക് വണ്ടികളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ലോട്ടുകൾ അതൊക്കെ ഇട്ടിരിക്കുന്നത്. സർവീസ് സ്റ്റേഷനിൽ കയറാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കിട്ടുന്നത് എനിക്കറിയില്ല. നമുക്കിവിടെ ബർഗർ കിങ് ഉണ്ട്, അതുപോലെ സബ്വേ ഉണ്ട്. നല്ലൊരു സർവീസ് സ്റ്റേഷനാണ്. ഇവിടെ ഞങ്ങൾ മുന്നേ വന്നിട്ടുള്ള കാരണം നമുക്കറിയാം. നല്ലൊരു ഉള്ളിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് ഇരിക്കാനൊക്കെ. ഞങ്ങൾ സ്റ്റാർബക്സിൽ വന്നേക്കാണ്. സ്റ്റാർബക്സിൽ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാർബക്സിൽ കയറുന്നത്. ജോൺ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഒന്ന് കഴിച്ചു നോക്ക്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞ കാരണം ഞങ്ങളിങ്ങനെ വന്ന് കയറിയേക്കാണ്. നമ്മളെന്താ ജോൺ ചേട്ടൻ ഓർഡർ ചെയ്തത്? ചായ ലാറ്റെ പിന്നെ ഹോട്ട് ചോക്ലേറ്റ് അല്ലേ? ഓക്കെ, ഞങ്ങൾ ട്രൈ ചെയ്യാം. ജോൺ ചേട്ടനെ ക്യാമറയുടെ മുന്നിൽ വരെ ചെറിയൊരു മടിയാണ്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഞങ്ങൾ മീഡിയമാണ് പറഞ്ഞത്, പക്ഷെ മീഡിയം തന്നെ ഇത്ര വലിയ ഗ്ലാസ് ആണല്ലോ ഭർത്താവേ. ഇതൊക്കെ എങ്ങനെ കുറിച്ച് തീർക്കുന്ന ആലോചിക്കണേ. താങ്ക് യു. നമ്മളങ്ങനെ ചായ എല്ലാം കുടിച്ചു. നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ചായ ബാക്കി കയ്യിലുണ്ട്, അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് കുടിക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വീണ്ടും ഡ്രൈവർ ചേഞ്ച് ആണ്. ഇവിടെ വണ്ടികളുണ്ട് കേട്ടോ. 1 മിനിറ്റ് വണ്ടികൾ വരണ്ടേ. അപ്പോൾ മമ്മീനെ ഞങ്ങൾ ഇവിടെ പുറത്ത് നിർത്തി ഞങ്ങൾ പോവാ. മമ്മിയെ ബൈ. മമ്മി പോട്ടെ ഞങ്ങള്. മമ്മിയില്ലല്ലോ, എടുത്തോ. മമ്മിക്ക് ഓക്കെ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായ സംഭവം എന്താ? ഏറ്റവും ഇഷ്ടമായ സ്ഥലം മനസ്സിന് ഭയങ്കര സന്തോഷം. ഒന്നിനെ കുറിച്ച് ആകുല വ്യാകുല ചിന്തകളോ ഒന്നുമില്ല. അപ്പൊ നാട്ടിൽ പോണ്ടാന്ന്. അതെ പപ്പേ, പോകണ്ടെന്ന് വെച്ചാ ഞങ്ങള് ഒരു ടിക്കറ്റ് ക്യാൻസൽ കേട്ടാ. പപ്പ മാത്രം പോണല്ലോ. ഒരു ടിക്കറ്റ് മമ്മിക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചാലും അവളുടെ ഇഷ്ടം നിറവേറ്റി കൊടുക്കാന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അത് ആയിക്കോട്ടെ. തന്നെ വിടില്ലല്ലോ. തന്നെ വിടില്ല മമ്മി. പിന്നെ അവിടെ എന്നെ കൊണ്ടാക്കിട്ട് പോരെ. എനിക്ക് നല്ല ഇഷ്ടമായി. മമ്മിക്ക് പോണ്ടാന്ന്, പപ്പയ്ക്ക് വേഗം പോണെന്നായി. അപ്പൊ നല്ല ഇഷ്ടമായി. പപ്പയമ്മയും ഓഗസ്റ്റിൽ തിരിച്ചു പോട്ടാ. ഒക്ടോബർ വരെ ഉണ്ട് പപ്പയുടെ മമ്മിയുടെ വിസയുടെ കാലാവധി. പക്ഷെ ഓഗസ്റ്റിൽ തിരിച്ചു പോകും. കാരണം പപ്പയുടെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് പപ്പ പോകുന്നത്. മമ്മിക്ക് പോണ്ടാന്നുണ്ട്. പപ്പയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവില്ല മമ്മിയില്ലാണ്ട്. ഉറക്കം വരില്ല പപ്പയ്ക്ക് അല്ലേ? അപ്പ അവളെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. മരിച്ചു എത്ര രൂപ കടം മേടിച്ചാലും ടിക്കറ്റ് പറഞ്ഞ് എടുത്തിട്ട് വിളഞ്ഞു കുടിഞ്ഞു. ഇവിടെ മല ഇടിക്കുന്നുണ്ടല്ലേ? മല ഇടിച്ച് മണ്ണൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അവിടെ. റോഡാക്കുന്നുണ്ട്. അതാണ് ആ വണ്ടി വരിക്കാഞ്ഞ്. മറ്റേ വണ്ടി പോണണ്ട. മമ്മി ഒന്ന് നോക്കിയതാണ് ഇങ്ങോട്ട്. അതോടെ നോക്കിയേ ആരിക്കണ നോക്കിയേ. കളിക്കണ കളിയല്ലേട്ടാ. എടാ ഇതിപ്പോ നമ്മളവിടെ എത്തി ഫുഡ് കഴിക്കുക, നേരെ മറ്റേ സ്ഥലത്തേക്ക് പോകേണ്ടി വരും തോന്നുന്നുണ്ട്. നിലയ്ക്ക് നിങ്ങള് 3 പേരും കൂടി ക്ലാസ് മൊബൈലില് എനിക്കാണെങ്കിൽ ഒരു കൂടി ക്ലാസ് വല്ല ഒന്നുമില്ല. നമ്മ ഇവിടെ ഈ ഓഞ്ഞ കണ്ണാടി വെച്ചിരിക്കുക. കൂളിംഗ് ക്ലാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവില്ല. മോനാണ് തരാത്ത ഈ നല്ല മോന്ത വൃത്തികേടാക്കണ്ടല്ലേ? റോഡ് പണി വരുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്ത് നമുക്കൊരു 5 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇത്രയും വലിയൊരു സ്ഥലമാണ്, നമുക്കവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഫുള്ളായി തുടങ്ങി. നല്ല തിരക്കുണ്ടെന്ന്. ഞങ്ങൾ ജോണി ചേട്ടനെ നോക്കി നിൽക്കുക. ജോണി ചേട്ടൻ വേറൊരു വഴി തിരിഞ്ഞ് പോയി ഇനി കറങ്ങി അടിച്ച് വരണം. വണ്ടി കണ്ടപ്പോൾ ഒരു കൗതുകം അല്ലേ? ഈ ഒരു വണ്ടിയാണ് ഇന്നലെ ഒരു പെണ്ണ് ഭയങ്കര സ്പീഡിൽ പോയിരുന്നല്ലേ? ഇത് ഈ വണ്ടിയായിരുന്നു. ഇത് മസ്തയുടെ വണ്ടിയാ.
ഡ്രൈവർ ഉണ്ടായിരുന്നു. സൂപ്പർ അല്ല. നമ്മൾ ജോൺ ചേട്ടനെ കണ്ടു. ജോൺ ചേട്ടൻ ഒന്ന് കറങ്ങി തിരിഞ്ഞാ വന്നേ. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ജോൺ ചേട്ടന് വേണ്ടി. നല്ല തിരക്കാട്ടെന്ന്, നല്ല ഇത് തിരക്കാലേ. നല്ല തിരക്കാ. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കറങ്ങാൻ പറ്റിയ സമയം സമ്മറല്ല, ഒട്ടും സമയത്ത് വരണം. അധികം തിരക്കില്ലാത്ത സമയത്ത് വരണം. ഭയങ്കര തിരക്ക്. എനിക്കൊന്നും ബ്രിട്ടനിലെ ആൾക്കാരെല്ലാവരും മൊത്തം ഇവിടെ തന്നെയാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോ വിചാരിച്ചു മഴയൊക്കെ ആയിരിക്കും, കാലാവസ്ഥ ആകെ കൊള്ളാവുന്നു. പക്ഷെ ഇങ്ങനെ നടന്നു കാണാനുള്ള സ്ഥലങ്ങളാണ്. നമ്മള് വണ്ടി എവിടെയെങ്കിലും ദൂരെ പാർക്ക് ചെയ്ത് പതുക്കെ ഇങ്ങനെ നടന്ന് ആ ഗ്രാമം മൊത്തം ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാം. രസാ. നമ്മൾ നോക്കിയ ബംഗ്ലാദേശ് റെസ്റ്റോറന്റ് ഇവിടെയാടാ. സീറ്റ് കിട്ടുമെന്ന് അറിയില്ല. നമുക്കൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താലോ ഒന്ന്. വിളിച്ചിട്ട് കിട്ടും. നമുക്ക് 7 മണി വരെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. 7 മണി വരെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 5 പൗണ്ട് കൊടുത്താൽ മതി. ഫ്രീ പാർക്കിംഗ് ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ ഫ്രീ പാർക്കിംഗ് ഒക്കെ മൊത്തം ഫുള്ളായിരുന്നു. പിന്നെ ഇവിടെ 1-2 സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. ചില സ്ഥലങ്ങളിൽ 5 പൗണ്ട്, ചില സ്ഥലങ്ങളിൽ മണിക്കൂറിന് പൈസ, അങ്ങനെയൊക്കെയാണ്. ജോൺ ചേട്ടൻ വണ്ടി അറ്റത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ത് തിരക്കാന്നറിയോ ഇവിടെ, കൊടുക്കാതെ തിരക്ക്. ഇത് വീട് കണ്ടോ നിങ്ങൾ, എന്നെ രസമാണ് വീടുകൾ കാണാൻ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാട്ടോ ഉച്ചയ്ക്ക്, പക്ഷെ അത് 6 മണിക്കേ തുറക്കത്തുള്ളൂ. ഇതൊരു ബംഗ്ലാദേശ് റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ ഇവിടെ ഫുള്ള് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണല്ലോ അവർ പറയുന്നത്. ഇനിയിപ്പോൾ വേറൊരു നമുക്ക് വല്ല സ്ഥലം നോക്കേണ്ടി വരും. എനിക്ക് കൂളിംഗ് ക്ലാസ് ഇല്ല അല്ലേ, നിങ്ങൾ മാത്രം ഇത് വെച്ച് നടക്കാം. പിന്നെന്താ, ഇത് വെറൈറ്റി ട്രൈ ചെയ്യാലോ. ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന വല്ല സ്ഥലം ഉണ്ടാകാവോ? അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി. ഇത് എനിക്ക് തോന്നുന്നു മേടിച്ചിട്ട് അവർക്ക് തിരിച്ചെന്നെ ഏൽപ്പിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. നമ്പറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇറങ്ങടാ. ആ അതെ, നമുക്ക് വലിയ ആൾക്കാർക്ക് ഇറങ്ങാട്ടാ. നമുക്ക് ഇറങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഇത് പിടിക്കോ ഫോൺ? സൂക്ഷിച്ച് പോണേ, എന്നിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങണം. നനക്കരുതട്ടാ, ഇറങ്ങിക്കോ പതിയെ. ആ ഇവിടെ ഇറങ്ങിക്കോ. അമ്മ ഇതിനെ പിടിച്ചോ. തണുക്കുന്നില്ലേ സ്വീറ്റി? കുഴപ്പമില്ല. തണുപ്പുണ്ട്, ഇല്ലാന്നില്ല. എന്ത് എനർജിയിലാണ് കളിക്കണം അല്ലേ? അതെ. ആരുടെ ഡക്ക് ചെയ്യ അവർക്ക് പൈസ കിട്ടോ? ആ എല്ലാം തല കുത്തിയിട്ടാ പോകുന്നത്. എല്ലാം തല കുത്തിയാ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്ന് ഡക്ക് റേസ് കണ്ടിരിക്കുകയാണ്. എല്ലാ ഡക്കും തല കുത്തിയാ പോകുന്നത്. ജോൺ ചേട്ടാ ഇവിടെ നിൽക്കും, ഇവിടെ നല്ലൊരു ഫോട്ടോ കിട്ടും. നമുക്കിവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ സാധിക്കും കേട്ടോ. ഇവിടെ പട്ടികളായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നമുക്ക് വലിയ ആൾക്കാർക്കും ഇറങ്ങാം. കാരണം ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, ഇപ്പം ഇത്രയും നമ്മുടെ ഈ കാലിലെ കണ്ണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ വെള്ളം. പക്ഷെ നല്ല ക്ലിയർ വാട്ടറാണ്. പപ്പയും മമ്മിയെ ഒന്ന് കളിക്കാൻ ആഗ്രഹമുണ്ടാ?
രണ്ട്. അതെ അതെ. അവരുടെ കാലില് മറ്റേ പാദസരം ഇട്ടുണ്ട്. അല്ല പാദസരം ഇല്ല, ചെലങ്ക. അതാണ് അതിന്റെ ഒരു മ്യൂസിക് വരുന്നത്. മുട്ടില് അടിപൊളി. നമ്മൾ ഇതിനകത്ത് മുന്നിൽ കയറിയിട്ടുള്ള കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് കേട്ടോ. നമ്മളിന്ന് വന്നു കണ്ട സ്ഥലങ്ങളാണ്. പാരൻസ് നല്ല ബോറിംഗ് ആയിരുന്നു. നമ്മളിവിടെ ദിവനുണ്ട്, ജോഷുണ്ട്. അപ്പോൾ അവനായിട്ട് നേരം പോക്കിനായിട്ട് നമ്മൾ കയറിയത് എല്ലാവരും കൂടെ. കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷം. നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ യാത്രയുടെ ആ ഒരു ഫീലല്ല നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ അവരുടെ ഇഷ്ടം നോക്കണം, അവരുടെ ആഗ്രഹങ്ങൾ നോക്കണം. കാരണം അവർ ഒരു 6 മാസത്തെ വിസിറ്റിന് വന്നല്ലേ, അപ്പോൾ നമ്മളവരുടെ ഇഷ്ടങ്ങൾ നോക്കണ്ടേ. എൻ്റെ അമ്മ ഇവിടെ എന്നാ തിരക്ക പിന്നെ ഇത് കണ്ടിട്ടാ. ഇത് ഞങ്ങൾ അന്ന് ഞങ്ങളൊരു വിൻ്റർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അന്ന് വരുമ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു, നമുക്ക് നടക്കാനും നല്ല കാമാൻ പോയിട്ടായിരുന്നു. ഇത് വേറൊരു ഫീൽ, ഇത് കൊള്ളാം. ഇതിവിടെ കണ്ട് ഞങ്ങളൊരു പഴയ പള്ളി കേട്ടോ. അതൊരു ബാപ്റ്റിസ്റ്റ് ചർച്ചാണ് ഇവിടുത്തെ. സർവീസൊക്കെ ഉണ്ട്, ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. തേഴ്സ്ഡേ 10 AM to 4 PM ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളതിനെ കോസ്വേളിൽ നിന്ന് മടങ്ങി ഞങ്ങൾ തിരിച്ച് പോവാണ്. തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൗട്ട് ഫാമിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ്സ് നമുക്ക് യാത്രയുണ്ട് അങ്ങോട്ട് എത്താൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരൻസിനെ മടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഇനി അവിടെ പോയാൽ ചിലപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റി അവർക്ക് ഇഷ്ടമാവായിരിക്കും. മീൻപിടുത്താണല്ലോ, അപ്പോൾ അത് അവർക്ക് താല്പര്യമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് മീനൊക്കെ പിടിച്ച് ഗ്രില്ല് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫുഡ് അടിക്കാം. നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതല്ലേ. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ആപ്പിള്, അതുപോലെ ടാങ്കോൻ്റെ ആപ്പിൾ ജ്യൂസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കരുതിയിട്ടുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കുള്ള പോലെ വിശപ്പ് വരുമല്ലോ. പിന്നെ ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് 6 മണിക്ക് തുറക്കുള്ളൂ. അത് വിചാരിച്ചാൽ ഞങ്ങൾ വന്നേ ഇവിടെ കഴിക്കാമെന്നുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ട്രൗട്ട് ഫാമിൽ പോയിട്ട് അവിടെ മീനൊക്കെ വറുത്ത് പൊള്ളിച്ച് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കഫേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കുക, എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൽക്കാലത്തെ ഒരു വിശപ്പിന് വേണ്ടി ചായ, സമോസ കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഞാനും ജോൺ ചേട്ടനും പറയായിരുന്നു. കാരണം ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇപ്പൊ തുറന്നിട്ടൊക്കെ അല്ല നല്ലൊരു ബിസിനസ് കിട്ടില്ല അവർക്ക്. ഞാനാണെങ്കിലും സാധാരണ ഞാൻ സമയമൊക്കെ നോക്കണം. ഇത് നൈറ്റും അതൊക്കെ ആയതുകൊണ്ട് സമയം നോക്കിയില്ല. 6 മണി ശരിക്കും അവർക്ക് നല്ല കൊയ്ത്തിപ്പ് കൊയ്യാം. കാരണം രാവിലെ മുതൽ ഇവിടെ ആൾക്കാരാ. എന്തായാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവര് കേറും. പക്ഷെ ഇവന്മാർക്ക് ബിസിനസ് സ്നാക്ക് ഇല്ലാന്നേ. നമ്മൾ പോണം. ഇത് പ്രസനായിരുന്നു അല്ലേ? കണ്ടൊരു ജയിൽ ലുക്ക് ഉണ്ട്. നമ്മളങ്ങനെ ബിബറി ഫാം എത്തി. ഇവിടെ നല്ല ബ്ലോക്കായി കിടക്കുക വണ്ടികൾ. ചെറിയ റോഡാണല്ലോ. അപ്പോൾ അത് അവിടെ ഒരു വാൻകാരൻ ഇങ്ങനെ ചുമ്മാ ആൾക്കാരെ ഇറക്കാൻ വേണ്ടി ആൾക്കാരെ ഇറക്കി കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകുന്നില്ല. അതൊക്കെ ബ്ലോക്കായി എടുക്കുക. ഞങ്ങൾ പപ്പനും അമ്മീനെ അവിടെ ഇറക്കി. അല്ലെങ്കിൽ പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒത്തിരി ദൂരം കൊണ്ട് നടക്കണം. അവിടെ ആൾക്കാർക്ക് ഇരിക്കണുണ്ടോ? നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ നേരത്തെ കോസ്വേൾഡ് പോയ പോലെ ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ നമുക്ക് മീനൊക്കെ പിടിക്കാം. നല്ല രാവിലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സമ്മർ കഴിയണ നേരത്തെ വരണമെന്ന് ഞാൻ പറയാം. ഈ തിക്കും തിരക്കും ഏതെങ്കിലും ഒരു സ്ഥലം ഫോക്കസ് ചെയ്തിട്ട് രാവിലെ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം ഇതിന്റെ ഉള്ളിൽ തന്നെ കുറെ പൂന്തോട്ടം അതും ഇതൊക്കെ ഉണ്ട്.
ബിബറി ഫാമിലേക്ക് വരാൻ ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. അവിടെ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ നടക്കണ്ട എന്നല്ല അവർ പറഞ്ഞേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് കയറി അവിടേക്ക് പോകാമെന്നാ പറഞ്ഞവര്. ഫ്രണ്ട്ലിക്ക് എത്താൻ പറ്റുമോ? ട്രൗട്ട് ഫാമിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം പപ്പയും മമ്മിയും വേറൊരു സൈഡിൽ ഞാൻ പപ്പയും മമ്മിനെ അവിടെ ഇറക്കി. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ട് നടക്കുക തിടുക്കം പിടിച്ചിട്ട്. കാരണം ഞങ്ങൾ വേറെ സൈഡിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ കയറിയതേ. അപ്പോൾ പപ്പയും മമ്മിയും വേറൊരു ഭാഗത്താണ് ഞാൻ ഇറക്കിയത്. ഇവിടെ ഉണ്ടോ ഇങ്ങനെ കുറേ ഹട്ടുകൾ കാണാം. ഇത് നമ്മൾ മുന്നേ റിസർവ് ചെയ്യണം. ആൾക്കാർ ഇരിക്കണുണ്ടോ? നമ്മൾ മുന്നേ റിസർവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സ്ലാബുകൾ നമുക്ക് ഇങ്ങനെ അവർ തരും. അപ്പോൾ സ്ലാബിൽ നമുക്ക് മീനുകൾ നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഇതൊരു ഫാമാണ്. ഇത് ലൈക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇവിടെ ഒരു 4-5 പേരും കൂടെ നടത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫാമാണ്. അങ്ങനെ പല പല സ്ലോട്ടുകളും കാണാം. കാരണം നമുക്ക് മീനുകൾ കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടോ? ഇതാണ് ഈ ട്രൗട്ട് ഫിഷ് എന്ന് പറഞ്ഞാൽ. ഏകദേശം സാൽമണിൻ്റെ പോലെ തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. ഈ മീനുകളാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ഇതെന്തോരല്ലേ? പല സ്ഥലത്തും ഈ ബ്രൗൺ ട്രോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ഞാൻ അവിടെ എന്താ റെഡ് ട്രോട്ട് എന്നൊക്കെ കണ്ടു. അപ്പോൾ പല പൗണ്ടിലും പല മീനുകളായിരിക്കും അല്ലേ? എന്നാ ടേസ്റ്റാന്നറിയോ അപ്പോൾ ഈ മീന്? നല്ല ടേസ്റ്റാ. ഞങ്ങൾ ഫുഡ് അടിക്കാൻ വന്നേക്കാം. ഇവിടെ ഇങ്ങനെ കുറച്ച് മെനു ഉണ്ട്, നമ്മൾ കാണാത്ത കേൾക്കാത്തൊക്കെ പേരുള്ള മെനു ആണ്. നമുക്ക് ഓർഡർ ചെയ്യാം. ഈ ചേച്ചി കുറേ നേരം മുന്നിൽ നിൽക്കുന്നത്. ചേച്ചി പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഇതല്ലടാ കൂട്ടൻ്റെ? ഇതെന്താ പേരായിരുന്നു എൻ്റെ? ഇതാണ് കോർണിഷ്. നമ്മളവിടെ പോയത് സ്കോൺ. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് കോർണിഷ് ക്രീം ആൻഡ് ജാം. അടിപൊളിയായിരിക്കും. കഴിച്ചു നോക്ക്. കാശിട്ടേക്കണേ? ഓ മണി ചാറല്ലേ? കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്? 4 പേർക്കും മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കണം നല്ലതാണ്. പിന്നെ അപ്പൊ സോസ് വേണോ? സോസ് സംഭവം കൊള്ളട്ടോ, നല്ല അടിപൊളി. ശരിക്കും റോളെന്ന് പറഞ്ഞു, പക്ഷെ ഇത് കാണുമ്പോ ഒരു ബർഗർ ടൈപ്പാ. റോളെന്ന് പറഞ്ഞാൽ തന്നെ. സുഹൃത്തുക്കളെ, നിങ്ങള് പാരന്റ്സിനൊക്കെ കൊണ്ടുവരുമ്പോണ്ടല്ലോ പരമാവധി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറാൻ നോക്കുക. കാരണം ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ അവർ കഴിക്കത്തില്ല ഒന്നും. പപ്പി അവിടെ കഷ്ടപ്പെടാൻ കഴിക്കാൻ അവര് പക്ഷെ എന്നാലും അവർക്ക് ഒരു തൃപ്തികരമാവില്ല. അവര് പറയാ ആടിന് കൊടുക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് മേടിച്ചെന്ന്. ഞങ്ങള് മീൻ ഇപ്പോഴും പിടിക്കാൻ പോയിട്ടില്ല. ഞങ്ങളിത് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോ രാവിലെ 1 മണിക്കൂർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ എന്നാ മമ്മിയെ? അവിടെ വെച്ചാൽ മതി അമ്മ. അപ്പൊ ഞങ്ങൾ അവിടെ നടക്കട്ടെ. അതോടെ അല്ലല്ലോ. This is exit door. Yeah, have you paid? Yeah, you have paid. Yeah. You got a stamp. Yeah. That's it. Thank you. Oh yeah, I remember you. Thank you. ഉണ്ടായിരുന്നു. അതോ നോട്ടണ്ട വെച്ചാണ്. ഇതോടെ പോണ്ടാ ആ പുള്ളിയായിരുന്നു. നോട്ടണ്ട വെച്ചിട്ടുണ്ട് ജോണി ചേട്ടാ. നോട്ടണ്ട വെച്ചിട്ടുണ്ട്. ഇത് ഓവർഫ്ലോ ആണോ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ നിന്നുള്ള ഓവർഫ്ലോ ആണ്. അതെ അതെ, ആ കേറിയ ഭാഗത്താന്ന് പറഞ്ഞേ. ഇവിടെ ബ്ലൂ ട്രൗട്ട് കണ്ടോ? ആ അത് ഞാൻ പറഞ്ഞു. ബ്ലൂ ട്രൗട്ട് ഉണ്ട്, റെഡ് ട്രൗട്ട് ഉണ്ട്, ബ്രൗൺ ട്രൗട്ട് ഉണ്ട്. ആകെ പണിപ്പാളി. സാധാരണ ഞാൻ നെറ്റിൽ ഞങ്ങൾ കണ്ടത് 5 മണി വരെ നമുക്ക് ട്രൗട്ട് ഫാം ഓപ്പൺ ആണ്. പക്ഷേ 4 മണി വരെ നമുക്ക് ഫിഷിംഗ് റോഡ് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിപ്പോൾ പോയി ചോദിച്ചപ്പോൾ 4:10 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ക്ലോസ്ഡ് ആയെന്ന് പറഞ്ഞു.
ഫിഷിംഗ് റോഡ് കിട്ടില്ല, അതാണ് മീൻ പിടിക്കാൻ പറ്റത്തില്ല, ഗ്രില്ല് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആകെ ഒരു വല്ലാത്തൊരു ഒന്നാമത് നമ്മുടെ ടൈം ഷെഡ്യൂൾ അത്ര ശരിയായില്ല. കാരണം നമ്മളവിടെ കോസ്റ്റ് വേൾഡ് പോയി, അവിടെ പോയി വന്ന ടൈം നമ്മൾ ടൈമിന് എത്തി. പക്ഷെ അത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ കപ്പലണ്ടി കൂട്ടം കഴിച്ചാൽ മതി. കപ്പലണ്ടി ഇത് കപ്പലണ്ടി ഈ തീറ്റ തന്നെ ചെയ്യും. കൊടുത്തിട്ട് അതെ, ആ താറാവിന് കിട്ടു കൊടുത്തോ? അതെ, ഒറ്റക്കം തിന്നട്ടെ. ഇട്ടോക്കെ ഇതേടെ വലിയ മീനാണല്ലോ അതിനകത്ത്. ഇതേ പോണു ഇട്ടേ കണ്ടോ? താറാവ് പറയാം നീന്തിട്ട് എത്തണല്ലോ. അപ്പോഴേക്കും മീൻ വന്ന് കുത്തിയെടുക്ക. നമുക്ക് പറ്റിയതാ നമ്മള്. ശരി, അല്ലെങ്കിൽ ഇവൻ അവിടെ കൗണ്ടറിൽ അവര് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല ജോണി ചേട്ടാ, എന്നാ അവര് ഇൻഫോം ചെയ്താൽ മതിയായിരുന്ന കാര്യം. അല്ല പിന്നെ അവര് നെറ്റിലെങ്കിലും ഇൻഫോം ചെയ്യണ്ടായിരുന്നു. 4 മണി വരെയാണ് നമുക്ക് റോഡ് കിട്ടുള്ളൂ എന്ന് പറയണ്ടായിരുന്നു. ഇതിപ്പോ നമ്മൾ എത്ര പേരുടെ ടിക്കറ്റാ? വെറുതെ അവർക്ക് പൈസ കിട്ടിയ പോലെയല്ലേ. എന്താ പറയാ, ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയെ. ജോണി ചേട്ടാ എന്താ ചെയ്യാ? വീട്ടിൽ പോകുന്നില്ല. മീനൊക്കെ മേടിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. ഇവിടെ ചാർക്കോളും ട്രയൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് യോഗമില്ല ഗൈസ്. ഇന്ന് നമ്മുടെ എല്ലാതും ചീറ്റിപ്പോയി. ഇതെന്തോരം മീനതല്ലേ. നമുക്ക് കൈ കൊണ്ട് പിടിച്ചല്ലേ ജോൺ ചേട്ടാ? രണ്ടു ഓട്ടിട്ടാ മതി കവറില്. കഴിക്ക മക്കളെ, കഴിക്കടാ, കഴിച്ച് വളരട്ടാ. നിങ്ങൾക്കൊക്കെ ഇന്ന് ജീവിക്കാനുള്ളൊരു നമ്മള് ഫുഡ് ഇട്ട് കൊടുക്കാം, അവര് വളരാ, വേറെ ആൾക്കാർ വന്ന് മീൻ പിടിക്കുക. നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമായിട്ടാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു രാവിലെ ഒരു 10 മണിക്ക് ഇവിടെ എത്താം. കുറച്ചധികം ആൾക്കാരായിട്ട് വരാം. നിങ്ങളൊരു ഫാമിലി ആയിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല, കുറച്ചധികം ആൾക്കാരായിട്ട് വരാം. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഗ്രില്ല് ചെയ്യുക, മീനൊക്കെ പിടിക്കുക. നല്ല രസമായിരിക്കും. കാരണം ഏത് പ്രായക്കാർക്കും ഇഷ്ടമാവുന്നൊരു വിനോദമാണ് മീൻപിടുത്തം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഒത്തിരി വിഷമമുണ്ട്. പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തത് നമ്മൾ അറിഞ്ഞില്ല. ഓൾറെഡി അവർ ഇൻഫോർമേഷൻ നമുക്ക് നല്ലൊരു ഇൻഫോർമേഷൻ അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം 4 മണി വരെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എല്ലാം ഗോപി കുഴപ്പമില്ല. എന്നാലും നമ്മുടെ പാരൻസിനൊരു സന്തോഷം. ആ വഴിയാണോ? എന്നാടാ അപ്പൊ വണ്ടിയെ പോകാന്ന് പറഞ്ഞേ. അപ്പൊ ഇതോടെ പോയിട്ട് എന്താ കാര്യം? കുറച്ചു നേരം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഇപ്പം അടുത്തൂടെ വന്നു. ഓ, അവര് തല്ലൂട്ടായി അല്ലേ? അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരുന്നു. ഇപ്പോൾ അവരൊന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു ക്ലോസ് ചെയ്യാൻ ടൈമായി, ഇപ്പോൾ നിങ്ങൾ വേഗം പൊക്കോളൂന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മടങ്ങാണ്. ജോൺ ചേട്ടൻ അവരൊക്കെ ലണ്ടനിലേക്ക് പോകും. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണു. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ അമ്മയെ ഓക്കെ അല്ലേ? ക്ഷീണമൊന്നുമില്ലല്ലോ? ഉഷാറല്ലേ? നമുക്ക് ഓടാം.
ചേട്ടാ എന്തെങ്കിലും പറയൂ ചേട്ടാ, നമുക്ക് വീഡിയോ നോക്കല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബബായ്. അപ്പോൾ കാണാം. രണ്ട് പപ്പമാരും നേരത്തെ നടന്നു, പിന്നെ അവരെ എടുക്കാൻ പറ്റില്ല, എന്നാലും ദൂരെ ഉണ്ട് അവർ നടന്നു പോകണുണ്ടോ. യാ, അപ്പോൾ ബബായ്. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.